സമമായയിലൂടെ നിവിൻ പോളി ബോക്സ് ഓഫീസ് കുതിപ്പ് തുടരുകയാണ്. ചിത്രത്തിന്റെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ 110 കോടി പിന്നിട്ട് കഴിഞ്ഞു. ദുൽഖർ സൽമാന്റെ കരിയർ ഹയസ്റ്റ് ഗ്രോസറായ ലക്കി ഭാസ്കറിന്റെ 108 കോടി എന്ന കളക്ഷനൊക്കെ സർവമായ മറികടന്നു. ഒരിക്കൽ കൂടെ നിവിൻ പോളി ദുൽഖറിന്റെ കരിയർ ബിഗസ്റ്റ് ഗ്രോസർ മറികടന്നിരിക്കുകയാണ്. 2015 പ്രേമം എന്ന ട്രെൻഡ് സെറ്റർ ചിത്രത്തിലൂടെ നിവിൻ പോളി വലിയൊരു കളക്ഷൻ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരുന്നു. പിന്നീട് ദുൽഖർ സൽമാൻ സീതാരാമത്തിലൂടെയും കുറുപ്പിലൂടെയും ലക്കി ഭാസ്കറിലൂടെയും ഈ കളക്ഷൻ മറികടന്നു. ഇപ്പോഴത്തെ നിവിൻ പോളി ഈ കളക്ഷനുകളെല്ലാം മറികടന്ന് ദുൽഖറിന്റെ മുകളിലേക്ക് പോയിരിക്കുകയാണ്. വലിയ ഫാൻ ബേസിലും പാൻ ഇന്ത്യൻ റീച്ചിലും ഒക്കെ ദുൽഖർ ഒരുപാട് മുന്നിലാണെങ്കിലും നിവിൻ പോളിക്ക് കിട്ടുന്ന കുടുംബ പ്രേക്ഷകരുടെ പിന്തുണ ദുൽഖറിന് ഇപ്പോഴും സ്വപ്നം കാണാവുന്ന ദൂരത്തിലും അപ്പുറമാണ്. നിവിൻ പോളി ഒരു കാലം മലയാളത്തിൽ ഉണ്ടാക്കി വെച്ച തുടർ ഹിറ്റുകൾ കൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള കുടുംബ പ്രേക്ഷകരുടെ പിന്തുണ ലഭിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ആഗോള ബോക്സ് ഓഫീസിലെ എല്ലാ ടെറിട്ടറികളിലും നല്ല റിപ്പോർട്ട് വന്ന സിനിമയ്ക്ക് ആളുകളെ തിയേറ്ററിൽ എത്തിക്കാനുള്ള കഴിവ് നിവിൻ പോളിക്കുണ്ട്. ദുൽഖറിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിത്രം ഇതുവരെ റിലീസ് ആയിട്ടില്ല എന്ന് പറയേണ്ടി വരും. അഥവാ അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇനീഷ്യൽ കളക്ഷനാണ്. കുറുപ്പിന് അത് നമ്മൾ കണ്ടതുമാണ്. കിങ് ഓഫ് കൊത്ത മോശം റിപ്പോർട്ട് ആണെങ്കിൽ പോലും അതിന് ആദ്യ ദിവസം ഗംഭീര കളക്ഷൻ ഉണ്ടായിരുന്നു. ചിത്രം മോശം റിപ്പോർട്ടിനിടയിലും 40 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു. ദുൽഖറിൻ്റെതായി വരാനിരിക്കുന്ന ഐ ആം ഗെയിം നല്ല റിപ്പോർട്ടാണെങ്കിൽ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടുമെന്ന് ഉറപ്പാണ്. ഗംഭീര ഇനീഷ്യൽ കളക്ഷൻ തന്നെയാണ് നിവിൻ പോളിക്ക് മുകളിൽ ദുൽഖർ സൽമാന് കിട്ടുന്ന കൃത്യമായ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെയാണ് കേരളത്തിന് വെളിയിൽ ദുൽഖറിനുള്ള സ്വീകാര്യത. വലിയ രീതിയിൽ ദുൽഖറിന്റെ ചിത്രങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം. ഇന്ത്യക്ക് പുറത്താണെങ്കിലും ദുൽഖറിന് നല്ല മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. അതുപോലെ OTTയിലും ദുൽഖർ ചിത്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ട്. നിവിൻ പോളിയെ സംബന്ധിച്ച് നിലവിൽ തുടരെ നല്ല ചിത്രങ്ങൾ ചെയ്താൽ അദ്ദേഹത്തിന് കുടുംബ പ്രേക്ഷകരോടൊപ്പം യുവാക്കളുടെ പിന്തുണയും ലഭിക്കും. എന്തായാലും കരിയർ ബിഗസ്റ്റ് ഗ്രോസർ പരിഗണിക്കുമ്പോൾ ദുൽഖർ സൽമാന്റെ ചിത്രത്തിന് മുകളിലേക്ക് വീണ്ടും ഒരു നിവിൻ പോളി ചിത്രം പോയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന നിവിൻ പോളി ചിത്രങ്ങളെ വളരെ കൗതുകത്തോടെയാണ് പ്രേക്ഷകർ കാണുന്നത്. ദുൽഖർ ആണെങ്കിൽ മലയാളത്തിൽ തുടരെ ചിത്രങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പരാതിയായി നിൽക്കുന്നു. ഐ ആം ഗെയിമിന് ശേഷവും വീണ്ടും അദ്ദേഹം ചെയ്യുന്നത് ഒരു അന്യഭാഷാ ചിത്രമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. മലയാളത്തിൽ അദ്ദേഹം വേറെ ചിത്രങ്ങളൊന്നും കമ്മിറ്റ് ചെയ്തിട്ടുമില്ല. 2026 ഓണത്തിനാണ് ഐ ആം ഗെയിം തിയേറ്ററിൽ എത്തുന്നത്. നിവിൻ പോളിയുടേതായി ഗിരീഷ് ഏഴി സംവിധാനം ചെയ്ത ബത്ലയും കുടുംബ യൂണിറ്റും വളരെ ഹൈപ്പുള്ള സിനിമയാണ്. ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗവും നിവിൻ പോളി നായകനായി ഒരുങ്ങുന്നുണ്ട്. നിവിൻ പോളിയെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള കാലം വളരെ നിർണായകമാണ്. ഒരു വലിയ പരാജയ കാലഘട്ടത്തെ അദ്ദേഹം സർവമായയിലൂടെ മറികടന്നിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന രണ്ടുപേരുടെ ചിത്രങ്ങൾക്കും മലയാളത്തിൽ വലിയ രീതിയിലുള്ള ഹൈപ്പും പ്രതീക്ഷയും ഉണ്ട് എന്നുള്ളതാണ് സത്യം.